ഹലോ ഗൈസ്, ഇടുക്കി വ്യൂസ് ഇന്ന് പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം റിസർവോയറിന്റെ മനോഹാരിതയും കണ്ണൻ ദേവൻ മലനിരകളുടെ ചാരുതയും ഒത്തിണങ്ങി പ്രശാന്ത സുന്ദരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ലേക്ക് വ്യൂ കോട്ടേജിലേക്കാണ്. കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ ഉടമസ്ഥയിലുള്ള ഈ കോട്ടേജുകളുടെ പ്രധാന പ്രത്യേകത ഇവ നിർമ്മിച്ചിട്ട് 100 മുതൽ 150 വർഷം വരെയായിട്ടുള്ള നിർമ്മിതികൾ ആണ്. വലിയ ഒരു നിർമ്മിതിയും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ മനോഹാരിത. സ്വച്ഛം സുന്ദരം അത്രമാത്രം. അത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇവിടെ വരേണ്ടിവ രുമെന്നാണ് തോന്നുന്നേ. പണ്ട് സായിപ്പന്മാർ അവരുടെ അവധിക്കാല വസതികളായും പിന്നീട് ടാറ്റ അവരുടെ മാനേജർമാരുടെ ബംഗ്ലാവുകൾ ആയും ഇവ ഉപയോഗിച്ചു പോന്നു. അതിനാൽ തന്നെ അവർ ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ശാന്തസുന്ദരമായ സ്ഥലങ്ങളിലാണ് ഈ ബംഗ്ലാവുകൾ നൂറ്റാണ്ടുകൾക്കു മുൻപ് നിർമ്മിച്ചിരുന്നത്. പ്രകൃതി മനോഹാരിതയും മൃഗങ്ങളുടെ സാന്നിധ്യവും അന്നവർ വേട്ടയാടലിനു അനുകൂലമായി കണ്ടിരുന്നിരിക്കാം. പടയപ്പയുടെ വിഹാര കേന്ദ്രമായ മാട്ടുപ്പെട്ടി ഏകകോ പോയിന്റിന് എതിർക്കരയിലുള്ള ഈ കോട്ടേജുകളിലൂടെ ഒരു യാത്രന തത്തിയാലോ. സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ഇവ മറക്കല്ലേ സുഹൃത്തുക്കളെ. ചിലപ്പോൾ കാട്ടാനകളെയും കാട്ടുപോത്തുകളെയും ചിലപ്പോൾ സാക്ഷാൽ പടയപ്പയെ തന്നെയും കാണാൻ സാധിച്ചേക്കാം. മലയണ്ണാൻ, ശ്രീകൃഷ്ണ പരുന്തു എന്നിവയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. മയിലുകൾ നൃത്തമാടുന്നതും കിളികളുടെ കളകൂജനവും പ്രഭാതസൂര്യന്റെ വർണ്ണപ്പകിട്ടും എല്ലാം കൂടി ഭൂമിയിലെ സ്വർഗത്തിൽ എത്തിയ പ്രതീതി. മുന്നാറിലെത്തുന്ന സഞ്ചാരികളോ മാട്ടുപ്പെട്ടി സന്ദർശിക്കുന്നവരോ ഇവയൊന്നും കാണാറില്ല എന്നല്ല, അവർക്കു ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം. പോത്തിന് ഏത്തക്ക എന്ന് പറഞ്ഞാൽ പഴത്തൊലി കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. ക്ഷമിക്കണം, അതാണ് യാഥാർത്ഥ്യം. ടാറ്റ ലേക്ക് വ്യൂ കോട്ടേജുകൾ 2 എണ്ണമുണ്ട് ഇവിടെ. ഒരെണ്ണം ടാറ്റ വാ താജ്. സൂപ്പർ ലക്ഷറി ആയതിനാൽ സാധാരണക്കാർക്ക് അവിടെ തങ്ങുക ഈസി അല്ല. പിന്നെ അടുത്ത ഓപ്ഷൻ 2 റൂമുകളുള്ള മിനി കോട്ടേജാണ്. അതിന് ഒരു റൂമിന് ദിവസം 5000 രൂപയാണ് വാടക. സീസൺ സമയങ്ങളിൽ വ്യത്യാസം വരാം. KTHP വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് പണമടച്ചു മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ബുക്കിംഗ് ഇല്ലാത്ത സമയം നോക്കി ചെയ്താൽ മാത്രമേ റൂം കിട്ടുകയുള്ളൂ. അതായത് റൂം ബുക്കിംഗ് കിട്ടിയാൽ ഭാഗ്യം അത്രമാത്രം. നരേന്ദ്രപ്രസാദ് പറയുന്ന പോലെ ഇവിടെ കോണകം വരെ കൃഷി ചെയ്യുന്ന KDHPക്ക് ഇത് വിപണനം ചെയ്യേണ്ട കാര്യമില്ലാത്തതിനാൽ പരസ്യം വളരെ കുറവാണ്. ആവശ്യക്കാർ അന്വേഷിച്ചു കണ്ടെത്തിയാൽ ഈ സ്വർഗത്തിൽ ചെല്ലാം. വളരെ ഫ്രണ്ട്ലി ആയ പരിചാരകരും കെയർ ടേക്കറുമാണ് ഇവിടെയുള്ളത്. ഭക്ഷണം പ്രത്യേകം ബുക്ക് ചെയ്താൽ ഇവിടെ ലഭിക്കുന്നതാണ്. ശേഷം കാഴ്ചയിൽ വീഡിയോ അവസാനം വരെ കണ്ടു മനസ്സിലാക്കുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഏറ്റവും ഉപരിയായി ലൈക്ക്, സബ്സ്ക്രൈബ് ഇവ ചെയ്യുക. മീശപ്പുലിമലയിൽ മഞ്ഞു കയറുന്നതും മാട്ടുപ്പെട്ടി ലേക്കിലെ വെള്ളത്തിന്റെ നിറം മാറുന്നതുമൊക്കെ കാണാതെ അങ്ങ് പോയിട്ടെന്ന് തന്നെ കാര്യം. സൈനിങ് ഓഫ്. ശോഭന, ഇടുക്കി വ്യൂസ്. സുഹൃത്തുക്കളെ, ഇത് ടാറ്റയുടെ താജ് എന്ന ലക്ഷറി കോട്ടേജാണ്. ഇവിടെ സാധാരണക്കാർക്ക് താമസിക്കാവുന്നതിലും അധികം തുകയാകും. അത് വലിയ ആളുകൾ VIPs എന്നുള്ളതാണ്. ഇതിന് താഴെ ഒരു കോട്ടേജ് ഉണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാട്ടൊക്കെ കേട്ട് ബാക്കി കാണാം. ഇവിടെ എത്ര വർഷമായി ഇത് നമ്മൾ തുടങ്ങിയിട്ട്? இது ஒரு ടൂറിസത്തിന് കൊടുക്കാൻ തുടങ്ങിയിട്ട് 20 வருஷம் ஆகுது சார். 20 വർഷം. இப்போ ஃபஸ்ட்டு ஒரு ஹிந்தி படம் எடுத்திருந்தாங்க. ராஷ்மிகா மந்தனாலாம் வந்திருந்தாங்க. வந்து ரெயின்போ படம். நாங்கன்னா பல படங்களாம் எடுப்பாங்க. ஷூட்டிங், சீரியலு எல்லாமே எடுப்பாங்க. മലയാളം സിനിമ ഇവിടെ மலையாளம் எடுத்துட்டு சார். അതായത് சீரியல் எடுத்துட்டு തമിഴ് സിനിമ தமிழ் எல்லாமே വരാറുണ്ട്. எல்லாமே வரும். ടാറ്റയുടെ ബംഗ്ലാവ്, டாட்டாட பங்களா, KDHP. அப்போ அவர் எல்லாரும் வரும். சீரியலு எல்லாம் கூடி வரும். സാമവേദം നവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യതയ നിധിയേ, ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ. തത്വമസി പൊരുളേ, നിത്യസത്യതയ നിധിയേ, ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ. സാമവേദം നവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഇരുമുടി നിറയമീ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പൊലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേ
തീർക്കണേ. ഹരിരാഗസാരമേ ശിവതേജോരൂപമേ കണ്ട ദൈവമേ സ്വാമിയേ. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് കരളിൽ സ്വാമി തൻ പൊന്നണി വീട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് കരളിൽ സ്വാമി തൻ പൊന്നണി വീട്. മാറുകൾ നീക്കിടുവാനഞ്ഞപ്പാ നീ മഹിഷി മാരകൻ ആയിട്. മാറുകൾ നീക്കിടുവാനഞ്ഞപ്പാ നീ മഹിഷി മാരകൻ ആയിട്. കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീ തന്നതല്ലോ എൻ ജീവിതം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സന്യാസി രൂപനെ സംഗീതപ്രിയനെ സിന്ദൂരവർണ്ണനെ സ്വാമിയേ. പൂവണിക്കാടിനു ചാരെ പുണ്യകടവ് പുലരും സമതതൻ സുന്ദരശീല. പൂവണിക്കാടിനു ചാരെ പുണ്യകടവ് പുലരും സമതതൻ സുന്ദരശീല. സ്വാമിക്ക് പമ്പയൊരു പൂണൂലായി ആത്മാവല്ലയോ പൂവിന്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലായി ആത്മാവല്ലയോ പൂവിന്. ഉടയോന് പകരുന്നു ഉയരാർന്ന കീർത്തനം അറിയണം അടിയന്റെ സങ്കടം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യതയാനിധിയേ ഇനി കൽപ്പാത്ത മിഴികൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേടണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഹലോ ഗെയ്സ്, പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതിമനോഹരം ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ സുഹൃത്തായ സീനോ മനോജ് ആലോപിച്ച ഒരു ഭക്തിഗാനമാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മാട്ടുപ്പെട്ടി ഡാമിന് അക്കരെയുള്ള മലയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. പിന്നെ പക്ഷികളുടെ കളകൂജന ശബ്ദങ്ങളും എല്ലാം നിങ്ങൾക്കിവിടെ കേൾക്കാം. ഇനി നിങ്ങളെ നാച്ചുറലായിട്ടുള്ള സൗണ്ട്സ് കേൾക്കുന്നതാണ്. ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. ജയേഷ് ഇടുക്കി വ്യൂസ്. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമൻറ്റ്, ലൈക്ക് എന്നിവ ചെയ്യുന്നതും ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.
ഫുൾ സ്ക്രീനിൽ വീഡിയോ ആയിട്ട് കാണുകയാണെങ്കിൽ ഇച്ചിരി വ്യക്തമായിട്ട് ഇത് കാണാൻ സാധിക്കും. അതായത് ഫോണിൻ്റെ ഫുൾ സ്ക്രീൻ ഉപയോഗിച്ച്. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ മഞ്ഞ് ഇങ്ങനെ വരുന്ന പ്രഭാത കാഴ്ചയാണ്. നമുക്ക് ഈ കോട്ടേജിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ ദേവൻ മലനിരകൾ കാണാൻ പറ്റും. ഇത് മാട്ടുപ്പെട്ടി എസ്റ്റേറ്റാണ്. ഇവിടുത്തെ വെള്ളമാണെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തേയിലച്ചെടികളിൽ വെട്ടമടിച്ചത് നല്ല ഒരു പച്ച നിറഞ്ഞ മഞ്ഞ നിറമുള്ള അരിയിലോട്ട് മാറും. വെളുപ്പം കാലത്ത് നോക്കുമ്പോൾ അത് സാധാരണ വെള്ളം പോലെ കാണപ്പെടും. അടിപൊളി വ്യൂ ആണ്.